ഹായ് ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ 2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കുമ്പോൾ നിറഞ്ഞു കാണുന്ന 2 മുഖങ്ങൾ, മോണലിസയും അവളുടെ ഭർത്താവും. അവർ തമ്മിൽ സ്നേഹിച്ചു, ഒരു മുസ്ലിമും ഒരു ഹിന്ദു സ്നേഹിച്ചു വിചാരിച്ചിട്ട് അവർ തെറ്റുകാരല്ല. അപ്പൊ ഇവിടെ വന്നു, ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ചേർന്നിട്ട് ആ വിവാഹം നടത്തി കൊടുത്തു. എന്തുകൊണ്ടും നല്ല കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്റെ പ്രശ്നമാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം അവരെ നാട്ടിൽ നിന്ന് ആ പെൺകുട്ടി വിവാഹം നടത്തി കൊടുത്തില്ലെങ്കിൽ അവര് തമ്മിൽ 2 വീട്ടുകാരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ചിലപ്പോൾ ഇതിലേറെ വഷളായി മാറും. പിന്നെ ഒരു പ്രായപൂർത്തിയായ പയ്യനും പ്രായപൂർത്തിയായ പെൺകുട്ടിക്കും നമ്മുടെ നാട്ടില് ഇന്ത്യൻ ഭരണഘടന ഇതനുസരിച്ച് വിവാഹം കഴിക്കാം. അവര് രജിസ്റ്റർ ചെയ്ത് ഗവൺമെന്റ് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എല്ലാം നോക്കിയിട്ടല്ലേ, എല്ലാ സാറുമാരും ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടല്ലേ അവർ വിവാഹം നടത്തി കൊടുക്കുള്ളൂ. അപ്പൊ അതാണ് മനസ്സിലാക്കട്ടെ. ഇതിനിപ്പോ കുറെ ആൾക്കാര് പല വിവാദങ്ങളും പറഞ്ഞ് ഞാനിപ്പോ ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട്, ചീത്ത കമന്റുകൾ. നമുക്കുണ്ട് അമ്മ പെങ്ങന്മാരും ഭാര്യയും കുടുംബം കുട്ടികളും. അത് നമ്മൾ നോക്കിയാൽ മതി. സ്നേഹത്തിന് തെറ്റെന്ന് പറയാൻ വയ്യ. പല ആളുകളും പല ജാതിയിലുള്ള ആളുകളെയും സ്നേഹിക്കുന്നുണ്ട്, അത് തെറ്റല്ല. ജാതി ഏതോന്നല്ല ഇവിടുത്തെ പ്രശ്നം, മനുഷ്യന്റെ മനസ്സാണ്. ഈ മനസ്സ് നന്നായാല് നമുക്ക് താൻ പാതി ദൈവം പാതി എന്നാ പറയുന്നത്. മനസ്സാണ് നന്നാവേണ്ടത്, അത് ഏത് മതമായിട്ട് കാര്യമില്ല. ഈ മറ്റുള്ള ചീത്ത കമന്റ് ഇടുന്ന ആൾക്കാരെ പറഞ്ഞാൽ മനസ്സാക്ഷി ഇല്ലാത്ത ആളുകളാണ്. മനസ്സാക്ഷിയുള്ള ആളുകൾ ഒരിക്കലും കമന്റ് ഇടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തിൽ മാത്രം വിശ്വസിക്കാം. അവർക്ക് നല്ലത് വരെ വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ല അവരെ കുറ്റം പറയുന്ന ഇതാക്കിയ കാര്യമില്ല. എന്തുകൊണ്ടും തിരഞ്ഞെടുത്തത് കേരളം അവർക്ക് വളരെ നന്നായി. കേരളത്തിലാകുമ്പോൾ മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കേരളീയര് കൂടുതൽ മനസ്സലിവുള്ള ആളുകളാണ്, സ്നേഹമുള്ള ആളുകളാണ്. അവർക്ക് 2 പേർക്ക് ഇവിടെ ജോലി ചെയ്ത് ജീവിക്കാം. കേരളത്തിൽ വന്നുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഇവിടുത്തെ ആളുകൾ, പ്രധാനപ്പെട്ട ആളുകളൊക്കെ ചേർന്നിട്ട് അവരെ വിവാഹം നടത്തി, അമ്പലത്തിൽ വെച്ച് താലി കെട്ടി നിയമപ്രകാരം ഗവൺമെന്റ് രജിസ്ട്രേഷൻ ചെയ്തു. ഇനി അവർക്കൊന്നും തന്നെ പേടിക്കല്ല. ഇനി അവർക്ക് നല്ലത് വരാൻ വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. ഇത് പറഞ്ഞിട്ട് ആൾക്കാർ ചീത്ത കമന്റാണ് നിൽക്കണ്ട. കാരണം എനിക്കെന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഞാൻ ആരും തെറ്റായ രീതിയിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തണമെങ്കിൽ നമ്മൾ നന്നായിരിക്കണം. നമ്മൾ നന്നായിട്ട് മറ്റുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്തിയ കാര്യമുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. മോണലിസയ്ക്കും അവളുടെ ഭർത്താവിനും എൻ്റെ വിവാഹാശംസകൾ നേരുന്നു. ഇത്രയാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്.